യുവരാജ്. അല്ല, ഇത് കുറച്ച് നാളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ട്. ISIS = RSS = HDFC = ICICI എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയുണ്ട്. ഇതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒന്ന്, ഈ പറയുന്ന ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്നത് ലോകത്ത് മുഴുവൻ നിലനിൽക്കുന്ന ഒന്നാണ്. ഈ പറയുന്ന ബോക്കോ ഹറാം ഉൾപ്പെടെയുള്ള, ഈ പറയുന്ന ISIS ഉൾപ്പെടെയുള്ള, അൽ ഖ്വയ്ദ ഉൾപ്പെടെയുള്ള സംഘടനകളെ മുഴുവനും യുണൈറ്റഡ് നേഷൻസ് ആവട്ടെ, ലോകത്തെ മിക്ക രാഷ്ട്രങ്ങളും തന്നെ ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തി ബാൻ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്, അങ്ങയുടെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാജ്യമെങ്കിലും ഈ പറയുന്ന RSSനെയോ BJPയെയോ ഇതുപോലൊരു ഭീകരവാദ പട്ടികയിൽ പെടുത്തിയതായിട്ട് അങ്ങേക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? ലോകത്ത് ജനാധിപത്യം നിലനിൽക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുണ്ട്, സംഘടനകളുണ്ട്. എവിടെയെങ്കിലും RSSനെയോ BJPയെ കുറിച്ചിട്ട് ആ തരത്തിലൊരു പരാമർശം വരുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമോ? അപ്പോൾ നിങ്ങൾ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടുള്ള ഈ ഈക്വൽ ഇട്ടിട്ടുള്ള ഡ്രോയിങ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ വയറ്റിപ്പഴപ്പ് രാഷ്ട്രീയമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാത്തതിൻ്റെ വിഷയമൊന്നുമല്ല, അത് നടന്നുകൊണ്ട് പൊക്കോട്ടെ. ഇനി ഞാൻ വീണ്ടും ചോദിക്കേണ്ടത്, എന്താണ് ഇതിൻ്റെ മാനദണ്ഡം? ഈ പറയുന്ന ഇസ്ലാമിക ടെററിസം കഴിഞ്ഞ ഒരു 40-50 വർഷക്കാലത്തിനിടയിൽ എത്ര ലക്ഷം മനുഷ്യരെ കൊന്നൊടുക്കിയെന്ന് നിങ്ങൾക്കറിയാമോ? എത്ര ലക്ഷം മനുഷ്യരെ? ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു സംഘടന, ആ സംഘടനയുടെ എന്തെങ്കിലും മതപരമായിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു നിലപാട് പറയുന്നത് കൊണ്ട് അങ്ങനെ ഒരു നിലപാട് പറഞ്ഞ അവർ എന്നുള്ള തരത്തിലല്ലല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ചെറിയ സംഘർഷങ്ങളിൽ ഏർപ്പെടുന്നു, ആ സംഘർഷങ്ങളെ തുടർന്നിട്ട് അവിടെ ഏതെങ്കിലും ഒരു മരണം സംഭവിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CPMനെയൊക്കെ നമ്മൾ ഏത് കാലത്തെ ഭീകരവാദ സംഘടനയായി പെടുത്തേണ്ടതാണ്? അങ്ങനെ പെടുത്തുന്നില്ലല്ലോ. സ്വാഭാവികമായിട്ടും രണ്ട് ആശയങ്ങൾ തമ്മിൽ, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പോരാട്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് 1-2 മരണങ്ങൾ സംഭവിക്കും. ഇത് പലയിടത്തും സംഭവിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പേരിൽ ഒരു സംഘടനയെ ഭീകരവാദ സംഘടന എന്ന് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അർഹതപ്പെട്ട സംഘടന എന്ന് പറയുന്നത് കേരളത്തിൽ മുസ്ലിം ലീഗ് പോലും അല്ല, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ്. അതിന് ഏറ്റവും അധികം ആൾക്കാരെ കൊന്നൊടുക്കിയ പ്രസ്ഥാനം എന്ന് പറയുന്നത് CPM ആണ് കേരളത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും അധികം അർഹതപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്കാണ്. വെസ്റ്റ് ബംഗാളിൽ കൊൽക്കത്തയിൽ 1982 മറ്റോ ആണ് 18 ആനന്ദാശ്രമ സന്യാസിമാരെയാണ് പച്ചയ്ക്ക് നടുറോട്ടിലിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ തീ കൊളുത്തി കൊന്നത്. പച്ചയ്ക്ക് നടുറോട്ടിലിട്ട് തീ കൊളുത്തി കൊന്നത്. ഞാൻ കള്ളം പറയുന്നൊന്നുമല്ലല്ലോ. ആൾക്കാർക്ക് വെറുതെ ഒന്ന് ഗൂഗിളിൽ എടുത്തിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. CPM ഹിന്ദു സന്യാസിമാരെ കൊന്നതിനെ കുറിച്ചിട്ട്, കൊൽക്കത്തയിലിട്ട് കൊന്നതിനെ കുറിച്ചിട്ട് ചുമ്മാ നിങ്ങളൊന്ന് നോക്കിയാൽ മാത്രം മതി. 18 ആനന്ദമാർഗ സന്യാസിമാരെയാണ് പച്ചയ്ക്ക് നടുറോട്ടിലിട്ട് നട്ടുച്ചയ്ക്ക് തീ കൊളുത്തി കൊന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. പിന്നെ ഈ കൊലപാതകങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒസാമ ബിൻ ലാദനും അൽ ഖ്വയ്ദയ്ക്കും ISISനും ബോക്കോ ഹറാമിനും ഒക്കെ തല കുനിച്ച് നാണിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരാശയം ലോകത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസം മാത്രമേ ഉള്ളൂ സഖാവേ, മറ്റൊന്നുമില്ല. കാരണം ഏതാണ്ട് 8-10 കോടി ആൾക്കാരെയാണ് പോൾപോട്ടും മാവോയും സ്റ്റാലിനും എല്ലാം കൂടി ചേർന്നിട്ട് ലോകത്ത് കൊന്നൊടുക്കിയിട്ടുള്ളത്. അങ്ങനെ കൊന്ന കണക്ക് നോക്കിയിരുന്നാലും ശരി തന്നെയാണ്, ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ തീവ്രത അളന്ന് നോക്കിയിരുന്നാലും ശരി തന്നെയാണ്, നിങ്ങൾക്കൊപ്പം പകരം വയ്ക്കാൻ പറ്റുന്ന ഒരു ആശയവും ഒരു പ്രസ്ഥാനവും ലോകത്തിലില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോക്കോ ഹറാമിന് മുമ്പിലോ ISISന്റെ ഒപ്പോ അൽ ഖ്വയ്ദയ്ക്കോ ഒപ്പോ അല്ല, ഇതിൻ്റെയൊക്കെ അച്ഛൻ്റെ സ്ഥാനത്ത് കൊണ്ടിരുത്താൻ പറ്റുന്ന ഒരാശയവും പ്രസ്ഥാനവും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഞങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ.